എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു തൃക്കാർത്തിക പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. വളരെ സ്വാദിഷ്ടമായ ഒരു പുഴുക്കാണ്. അതിനായിട്ട് ഞാൻ പച്ചേത്തയ്ക്ക, കാച്ചിൽ, ചെറുകിഴങ്ങ്, കൂർക്ക ഇത്രയും സാധനങ്ങൾ ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതിലേക്ക് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് വെള്ളവും ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചു. നമ്മൾ ആദ്യം അടുപ്പിൽ വെക്കുമ്പോൾ നല്ല തീയിൽ വേണം വെക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കുക. അങ്ങനെ ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഒന്ന് തിളയ്ക്കും. തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഈ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് തിളയ്ക്കണം. അങ്ങനെ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഇതൊരു മീഡിയം തീയിലേക്ക് മാറ്റി വെക്കാനായിട്ട് പാടുള്ളൂ. അങ്ങനെ ഒരു മീഡിയം തീയിലിരുന്ന് ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വേകണം. ഒരു 3/4 വേഗമാവുമ്പോഴേക്കും ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. ആദ്യമേ ഉപ്പ് ചേർക്കണ്ട, 3/4 വേഗ ആകുമ്പോഴാണ് ഉപ്പ് ചേർക്കേണ്ടത്. ഉപ്പ് ചേർക്കുന്നത് ഇതിനകത്ത് കാണാൻ പറ്റില്ല, അതെന്തോ പോയി എൻ്റെ കയ്യിൽ നിന്ന്. അതിനുശേഷം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വേകുമ്പോൾ അതിലേക്ക് വൻപയറാണ് ചേർക്കുന്നത്. വൻപയർ പ്രത്യേകം വേവിച്ച് വെച്ചിട്ടുണ്ട്. വൻപയർ ചേർക്കാം, ചെറുപയർ ചേർക്കാം, നമ്മുടെ ഇഷ്ടം എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് ചേർക്കാം. ഇപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ വേവിച്ച് വെച്ച വൻപയർ കഷ്ണങ്ങളെല്ലാം വെന്തതിന് ശേഷം അതിലേക്ക് ചേർത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകം, ഒരു നുള്ളു ജീരകം, അതുപോലെ 2 അല്ലി വെളുത്തുള്ളി, ഇത്രയും ചേർത്ത് ചതച്ച കൂട്ടാണ്. ഇതും അതിനകത്തേക്ക് ചേർത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒരു 1 മിനിറ്റ് ചെറുതീയിൽ ഒന്ന് ആവി കയറാനായിട്ട് അനുവദിക്കണം. എങ്കിൽ മാത്രമേ ആ അരപ്പിൻ്റെയൊക്കെ ഒരു പച്ച രുചി മാറത്തുള്ളൂ. അങ്ങനെ ആവി നന്നായിട്ട് കയറിയതിന് ശേഷം വീണ്ടും ഈ പുഴുക്ക് നന്നായിട്ട് അരപ്പുമായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കഷ്ണങ്ങളും അരപ്പും എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ധാരാളമായി ഒഴിക്കുക. വേണമെങ്കിൽ കടുക് വറക്കാം, പക്ഷേ സാധാരണ കടുക് വറക്കാറില്ല, വറക്കേണ്ട ആവശ്യമില്ല. വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുത്താൽ മതി. ഇതാണ് തൃക്കാർത്തിക പുഴുക്ക്. ഇത് നല്ല ചൂടുള്ള കഞ്ഞിയുടെ കൂട്ടത്തിൽ നല്ല ഒരു കോമ്പിനേഷനാണ്. തൃക്കാർത്തിക ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് നല്ല ചമ്പാവരിച്ചോറിൻ്റെ കഞ്ഞിയും ആ കഞ്ഞിയിലേക്ക് അല്പം നെയ്യും ഒഴിച്ചിട്ട് ഈ പുഴുക്കും കടുമാങ്ങയും പപ്പടവും കൂട്ടി ആ കഞ്ഞി കുടിക്കാൻ ഒരു പ്രത്യേക രുചിയാണ്. ഞങ്ങൾക്കിവിടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇതേപോലുള്ള പുഴുക്ക് കിട്ടാറുണ്ട്. ഉച്ചയ്ക്ക് കഞ്ഞിയുണ്ട്. അപ്പോൾ ആ കഞ്ഞിയും ഈ പുഴുക്കും ഒരു വല്ലാത്ത ഒരു അനുഭവമാണ് അത് കുടിക്കുമ്പോൾ. കാരണം നെയ്യൊക്കെ ഒഴിച്ച കഞ്ഞിയാണ്. അതിനൊരു പ്രത്യേക വാസനയാണ് ആ കഞ്ഞിക്ക്. ധാരാളം വെളിച്ചെണ്ണ ചേർന്ന ഈ പുഴുക്കിനും ഒരു പ്രത്യേക വാസനയാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും.